ടോപ്പിക് ഈസ് ഹ്യൂമിഡിഫിക്കേഷൻ ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ. അപ്പോൾ ആ പേര് പോലെ തന്നെ ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹ്യൂമിഡിറ്റി ആഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മോയ്സ്ചറിനെ, അതിനകത്തുള്ള വാട്ടർ വേപ്പറിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്നത് ഹ്യൂമിഡിഫിക്കേഷനും റൈറ്റ് സൈഡിൽ കാണിക്കുന്നത് ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സുമാണ്. ഈ രണ്ട് പ്രോസസ്സും സൈക്കോമെട്രിക് ചാർട്ടിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ലെഫ്റ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ ഹ്യൂമിഡിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ ഇനീഷ്യലി മോയ്സ്ചറിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് 0.1 ആണ്. ആ സമയത്ത് 5.1 എന്ന് പറയുന്ന റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഉണ്ട്, W1 എന്ന് പറയുന്ന സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഉണ്ട്. ഇനി അതുപോലെ തന്നെ ഒരു ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ വാല്യൂ ഉണ്ട്. ഇനി H1 എന്ന് പറയുന്നതാണ് എൻതാൽപ്പി വാല്യൂ. ദെൻ 1 to 2 പ്രോസസ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? 2-ലെത്തുമ്പോൾ 2-ൽ മറ്റൊരു റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഉണ്ട്, അതുപോലെ തന്നെ H2 എന്ന് പറയുന്ന എൻതാൽപ്പി ഉണ്ട്, W2 എന്ന് പറയുന്ന സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഉണ്ട്. അപ്പോൾ ഈ 1 to 2 പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ ഇതൊരു വെർട്ടിക്കൽ ലൈനാണ്. അതായത് 1-ലെയും 2-ലെയും ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. ബട്ട് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്തു. W1 നിന്ന് W2-ലേക്ക് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി വേരി ചെയ്തു. അപ്പോൾ ഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സിൽ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു. നമുക്ക് വായിക്കാം. ഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സിൽ ദ അഡീഷൻ ഓഫ് മോയ്സ്ചർ ടു ദ എയർ വിത്തൗട്ട് ചേഞ്ച് ഇൻ ഇറ്റ്സ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഈസ് നോൺ ആസ് ഹ്യൂമിഡിഫിക്കേഷൻ. അപ്പോൾ നമ്മൾ എയറിലേക്ക് മോയ്സ്ചർ കണ്ടൻറ്റ് ആഡ് ചെയ്യുന്നു. അതായത് നമ്മൾ 1 എന്ന കണ്ടീഷനിലുള്ള മോയ്സ്റ്റ് വേപ്പർ അല്ലെങ്കിൽ മോയ്സ്റ്റ് എയർ എന്ന് പറയാം. ആ എയറിലേക്ക് നമ്മൾ മോയ്സ്ചർ ആഡ് ചെയ്ത് അതിനെ 2 എന്ന കണ്ടീഷനിലേക്ക് മാറ്റുന്നു. ബട്ട് കണ്ടീഷൻ ഈസ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ അതിനെയാണ് ഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുക. അത് നമ്മൾ വെർട്ടിക്കൽ ലൈനായിട്ട് കാണിച്ചു. ഡയറക്ഷൻ ഈ രീതിയിലായിരിക്കും. ഇനി അടുത്തതാണ് ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സ്. അപ്പോൾ ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത് 1 ആണ് എന്ന് കരുതുക. അപ്പോൾ ആ ഒരു സ്റ്റേറ്റിൽ W1 എന്ന് പറയുന്ന സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഉണ്ട്, H1 എന്ന് പറയുന്ന എൻതാൽപ്പി ഉണ്ട്, 5.1 എന്ന് പറയുന്ന റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഉണ്ട്, ദെൻ ഒരു പർട്ടിക്കുലർ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ വാല്യൂ ഉണ്ട്. ഇനി 1 നിന്ന് 2-ലേക്ക് നമ്മൾ എയറിനെ എത്തിക്കാൻ നേരത്ത് 2-ൽ എന്താണ് മാറ്റം? 2-ൽ 5.2 എന്ന് പറയുന്ന റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഉണ്ട്, W2 എന്ന് പറയുന്ന സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഉണ്ട്, H2 എന്ന് പറയുന്ന എൻതാൽപ്പി ഉണ്ട്. പിന്നെ എന്താണ് വ്യത്യാസം? 2-ലെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സെയിം ആണ് 1-ലെ. അപ്പോൾ 2-ലെയും 1-ലെയും ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ സെയിം ആണ്. ബട്ട് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി, റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും അതുപോലെ തന്നെ എൻതാൽപ്പിയും വേരി ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ആ എയറിനകത്തുള്ള മോയ്സ്ചർ റിമൂവ് ചെയ്യുന്നു വിത്തൗട്ട് ചേഞ്ച് ഇൻ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. അപ്പോൾ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിന് മാറ്റം ഉണ്ടാകാതെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കുറയുന്നു. അതാണ് ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സിൽ നടക്കുക. അപ്പോൾ നമ്മൾ വായിക്കുവാണെങ്കിൽ ദ റിമൂവൽ ഓഫ് മോയ്സ്ചർ ഫ്രം ദ എയർ വിത്തൗട്ട് ചേഞ്ച് ഇൻ ഇറ്റ്സ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഈസ് നോൺ ആസ് ഡീഹ്യൂമിഡിഫിക്കേഷൻ. അപ്പോൾ ഡീഹ്യൂമിഡിഫിക്കേഷനും വെർട്ടിക്കൽ ലൈനാണ്. അതിൻ്റെ ആരോ ശ്രദ്ധിക്കണം, കാരണം ഇവിടെ മോയ്സ്ചർ കണ്ടൻറ്റ് റിമൂവ് ചെയ്യുവാണ്. അതുകൊണ്ടാണ് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കുറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ഈ ഹ്യൂമിഡിഫിക്കേഷൻ ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ലേറ്റൻറ്റ് ഹീറ്റ് ആയിരിക്കും നമ്മൾ പറയുക. അപ്പോൾ സെൻസിബിൾ ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റിക്ക് വേരിയേഷൻ ഇല്ലാത്തപ്പോഴുണ്ടാകുന്ന പ്രോസസ്സുകൾ, ആ സമയത്തുള്ള ചേഞ്ച് ഇൻ എൻതാൽപ്പിനെ നമ്മൾ സെൻസിബിൾ ഹീറ്റ് എന്ന് വിളിക്കും. ഇനി സ്പെസിഫിക് ഹ്യൂമിഡിറ്റിക്ക് വേരിയേഷൻ ഉണ്ടാകുന്ന കേസിൽ ഉള്ള എൻതാൽപ്പി ചേഞ്ചിനെ ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ ഹ്യൂമിഡിഫിക്കേഷനിലെ ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ H2 - H1 ആയിരിക്കും. അതാണ് ഫോർ ഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്
latent heat LH is equal to H2 minus H1. Then for dehumidification process, latent heat എന്ന് പറഞ്ഞാൽ എന്താണ്? H1 മൈനസ് H2. H1 മൈനസ് H2, അതായത് എൻതാൽപ്പി ഡിഫറൻസ് എടുത്തു എന്ന് മാത്രം. പിന്നെ അതിനെ സെൻസിബിൾ ഹീറ്റ് അല്ലെങ്കിൽ ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറയണമെങ്കിൽ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കോൺസ്റ്റൻ്റ് ആക്കിക്കൊണ്ട് ഉള്ള പ്രോസസ്സുകളിൽ നമ്മൾ എൻതാൽപ്പി ചേഞ്ച് എടുത്തു കഴിഞ്ഞാൽ ആ എൻതാൽപ്പിനെ ജസ്റ്റ് സെൻസിബിൾ ഹീറ്റ് എന്നേ വിളിക്കൂ. ഇനി സ്പെസിഫിക് ഹ്യൂമിഡിറ്റിക്ക് വേരിയേഷൻ ഉണ്ടാകുന്ന പ്രോസസ്സുകളിലെ എൻതാൽപ്പി ചേഞ്ചിനെയാണ് ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് വിളിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടാകും, അങ്ങനെയെങ്കിൽ ഒരു ഇൻക്ലൈൻഡ് ലൈൻ സൈക്കോമെട്രിക് ചാർട്ടിൽ മാർക്ക് ചെയ്യുവാണെങ്കിൽ അതിലെങ്ങനെയാണ് നമ്മൾ സെൻസിബിൾ ഹീറ്റും ലേറ്റൻറ്റ് ഹീറ്റും പറയുന്നത്. ഇപ്പോൾ ഈ കേസിൽ വെർട്ടിക്കൽ ലൈൻ മാത്രമാണുള്ളത്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഇവിടെ സെൻസിബിൾ ഹീറ്റിംഗ് എന്ന് പറയുന്ന ഒന്നില്ല. അതായത് W കോൺസ്റ്റൻ്റ് ആയി നിൽക്കുന്ന ഒരു പ്രോസസ്സ് ഇവിടെ ഇല്ല, ഇവിടെയും ഇല്ല. അപ്പം അതുകൊണ്ട് നമുക്ക് ലേറ്റൻറ്റ് ഹീറ്റ് മാത്രമേ ഇവിടെ ഉള്ളൂ. എന്നാൽ നേരത്തെ കാണിച്ച സെൻസിബിൾ ഹീറ്റിങ്ങിൽ ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറയുന്ന ഒന്നില്ല, മറിച്ച് സെൻസിബിൾ ഹീറ്റ് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ എങ്കിൽ ഒരു ഇൻക്ലൈൻഡ് ആയിട്ടൊരു പ്രോസസ്സ് ഉണ്ട് എങ്കിൽ അതിൽ ലേറ്റൻറ്റ് ഹീറ്റ് ഉണ്ടോ സെൻസിബിൾ ഹീറ്റ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പിന്നീട് പഠിക്കും. എനിവേ, ഇതാണ് ഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സിൻ്റെയും ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സിൻ്റെയും ലേറ്റൻറ്റ് ഹീറ്റ്. ഇനി സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ, ഒരു റേഷ്യോ ആണ്. എന്താണ് സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ? സെൻസിബിൾ ഹീറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ഹീറ്റ്, അതായത് ഈക്വൽ ടു സെൻസിബിൾ ഹീറ്റ് ഡിവൈഡ് ബൈ സെൻസിബിൾ ഹീറ്റ് പ്ലസ് ലേറ്റൻറ്റ് ഹീറ്റ്. അതായത് ഒരു പ്രോസസ്സ്, ആ പ്രോസസ്സിൽ സെൻസിബിൾ ഹീറ്റും ലേറ്റൻറ്റ് ഹീറ്റും ഉണ്ട് എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ സെൻസിബിൾ ഹീറ്റ് ഡിവൈഡ് ബൈ സെൻസിബിൾ ഹീറ്റ് പ്ലസ് ലേറ്റൻറ്റ് ഹീറ്റാണ്. നമ്മൾ ആദ്യം പഠിച്ച സെൻസിബിൾ ഹീറ്റിങ്ങിൽ എന്താ സംഭവിച്ചത്? അവിടെ സെൻസിബിൾ ഹീറ്റിങ്ങിലും സെൻസിബിൾ കൂളിങ്ങിലും സെൻസിബിൾ ഹീറ്റ് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ രണ്ടാമത് പഠിച്ച ഹ്യൂമിഡിഫിക്കേഷനിലും ഡീഹ്യൂമിഡിഫിക്കേഷനിലും ലേറ്റൻറ്റ് ഹീറ്റ് മാത്രമേ ഉള്ളൂ, സെൻസിബിൾ ഹീറ്റ് ഇല്ല. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രോസസ്സുകളിൽ സെൻസിബിൾ ഹീറ്റും ലേറ്റൻറ്റ് ഹീറ്റും ഉണ്ടാകും. അപ്പോൾ ആ സമയത്ത് അവിടെ നമുക്ക് സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ കാണാൻ ഈ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യും. സെൻസിബിൾ ഹീറ്റ് ഡിവൈഡ് ബൈ സെൻസിബിൾ ഹീറ്റ് പ്ലസ് ലേറ്റൻറ്റ് ഹീറ്റ്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സ് നോക്കാം. താങ്ക് യു.